ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ റോസിൻ്റെ ഭ്രാന്തുകൊണ്ട് ഇപ്പോൾ റോസ് തന്നെയാണ് നമ്മളെ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് റോസൊക്കെ പുതിയതായിട്ട് വെച്ചതും ഈ റോസ് കണ്ടോ നല്ല കൊല കുത്തി പൂക്കുന്ന ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഞാൻ എവിടെ ഫോട്ടോസ് എവിടെ ആഡ് ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ അത് ഈ ആട് കടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോസ് ഉണ്ടാവില്ല. റോസ് എന്നല്ല എല്ലാ പ്ലാന്റിൻ്റെയും ഗ്രോത്ത് നഷ്ടപ്പെടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, സത്യമാണെന്നുണ്ടെങ്കിൽ പറയണേ. അത് നിങ്ങൾക്ക് ആർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ. എന്തായാലും ഇത് ഞാൻ ഈ മണ്ണിൽ എടുത്തിട്ട് ഒന്ന് മാറ്റി നടാൻ വേണ്ടി പോവാണ്. ആ മണ്ണിൽ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിലെന്തെങ്കിലും ഫംഗസ് ഉണ്ടോ, പക്ഷെ ആട് 1-2 പ്രാവശ്യം റോസൊക്കെ ഇത് വന്ന് കടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയണു ആട് കടിച്ചിട്ടുണ്ടേ ഉണ്ടാവില്ല എന്ന്. എനിക്ക് 1-2 ചെടികൾ അങ്ങനെ ആട് കടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പർപ്പിൾ ചെമ്പരത്തിയൊക്കെ ആട് കടിച്ചിട്ട് ഒരു പ്ലാന്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഇങ്ങനെ ജീവൻ തിരിച്ച് കിട്ടുമോ നോക്കട്ടെ. കുറച്ച് സാഫൊക്കെ വേരിലൊക്കെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പുതിയൊരു പോട്ടി മിക്സ് തന്നെ എടുത്തിട്ട് ഇങ്ങനെ മണ്ണ് ഓൾറെഡി നിറച്ച് വെച്ചതാണ്. അപ്പോൾ അതിൽ ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ താഴ്ത്തി വെച്ചിട്ട് റെഡിയാക്കാൻ നോക്കുക. ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൂട്ടത്തിൽ പുതിയ ജീവൻ കൊടുക്കുന്ന പോലെ തന്നെ പുതിയൊരു ജീവനെ കൊണ്ടുവന്ന് നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നല്ല രസമാണ്. ഇങ്ങനെ ബഡ് നാടൻ കൊമ്പ് റോസാണ് കേട്ടത്, ബഡ് ചെയ്തിട്ടുള്ള. ഇതാവുമ്പോൾ ഒരു സംശയം വേണ്ട, നന്നായിട്ട് നമുക്ക് ഫ്ലവർ തരും. മറ്റേ ബഡ് റോസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിടിച്ചിട്ടായി തുഷാറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അപ്ഡേഷനായിട്ട് വരാം. താങ്ക് യു.